ജില്ലാ മെഡിക്കൽ ഓഫീസും പുനലൂർ താലൂക്ക് ആശുപത്രിയും നഗരസഭയും സംയുക്തമായി വയോജന ദിനത്തോടനുബന്ധിച്ച് പുനലൂരിൽ നടത്ത മത്സരം സംഘടിപ്പിച്ചു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50ഓളം വയോധികർ മത്സരത്തിൽ പങ്കെടുത്തു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നാണ് മത്സരം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, D ദിനേശൻ, നൌഷറുദ്ദീൻ, ASI ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 കിലോമീറ്റർ ദൂരമാണ് നടക്കേണ്ടിയിരുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നടത്ത മത്സരം TB ജംഗ്ഷൻ ചുറ്റി താലൂക്ക് ആശുപത്രിയിൽ സമാപിച്ചു. വാളക്കോട് പനമണ്ണറ ഷാജി ഹൌസിൽ 61 വയസ്സുള്ള G രാജൻ 1ാം സ്ഥാനം നേടി. രാവിലെ 10 മണി മുതൽ താലൂക്ക് ആശുപത്രിയിൽ വയോജനങ്ങൾക്കായി ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഡോക്ടർ PR വിനോദ് നേതൃത്വം നൽകി. ജീവിതശൈലി രോഗ നിയന്ത്രണ ചികിത്സാ പദ്ധതിയെ അടിസ്ഥാനമാക്കി നടന്ന ക്യാമ്പിൽ 160 പേർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന സെമിനാർ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. ഒരു കരുതലും പ്രത്യേക ശ്രദ്ധയും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള ചർച്ചയും അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇത് ഒരുപക്ഷെ വളരെ മുമ്പ് കാലങ്ങളിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷമൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. കൂട്ടുകുടുംബ വ്യവസ്ഥയും മറ്റും നിലനിന്നിരുന്ന ഈ കേരളത്തിൽ മുതിർന്ന അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ തലമുറയായി തന്നെ അവർ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയുണ്ടായി. നഗരസഭാധ്യക്ഷ വിമല ഗുരുദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 10 പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. MLA ഫണ്ടിൽ നിന്ന് താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച 12 ലക്ഷം രൂപ പുതിയ ആംബുലൻസ് വാങ്ങിക്കുന്നതിനായി വിനിയോഗിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കത്ത് നഗരസഭാ ചെയർപേഴ്സണ് MLA കൈമാറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.